പിതാവായ ദൈവത്തിനും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും മഹത്വം. എൻ്റെ പേര് സിസ്റ്റർ ലിസിയാമ്മ തോമസ്. ഞാൻ ചങ്ങനാശ്ശേരി തുരുത്തി കൂട്ടുങ്കലയാണ്. ഞാനിവിടെ അമേരിക്കയിൽ സിയാറ്റിലിൽ ജീവിക്കുന്നു. എനിക്കൊരു മിഷനുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ ടീച്ചിങ്സിൽ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് പരിശുദ്ധാത്മാവ് എന്താണെന്നാണ്. ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സംശയമുള്ളൊരു കാര്യമാണ്, എന്താണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യെശയ്യാവ് 6:1 മുതൽ 9 വരെയുള്ള ദർശനം ഉപയോഗിച്ചാണ്. ഇപ്പം നമ്മൾ ദർശനം വരച്ച് പഠിപ്പിക്കാനായിട്ട് പിതാവായ ദൈവം ഹബക്കൂക്കിന് കൊടുത്തിട്ടുള്ള പ്രവചനത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത് ദർശനങ്ങൾ വരച്ച് പഠിപ്പിക്കുകയാണ്. ദർശനങ്ങളെല്ലാം വീഡിയോ കോൾസ് ആയിരുന്നു. ഇസ്രായേൽ പിതാക്കന്മാർക്ക് മാത്രമേ പിതാവിൻ്റെ വീഡിയോ കോൾസ് ലഭിച്ചിട്ടുള്ളൂ. അതായത് ഈ യെശയ്യാവ് 6:1 മുതൽ 9 വരെ ഉപയോഗിച്ചുള്ള ദർശനം ഉപയോഗിച്ച് മാത്രമേ ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യാമുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒരാട്ടും കൂട്ടവും ഒരു ഇടയനുമാക്കി മാറ്റാൻ പറ്റും. യോഹന്നാൻ 10:16. എൻ്റെ ഓരോ ആഴ്ചയിലുമുള്ള വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിതാവിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, വെളിപ്പാട് 12:1. ഇവിടെ നമ്മൾ കാണുന്നത്, യെശയ്യാവ് കാണുന്നു, പിതാവായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. സാറാഫുകൾ അവനെ മഹത്വപ്പെടുത്തുന്നു. ഇത് യെശയ്യാവ് കാണുന്നു. യെശയ്യാവ് പറയുന്നു, ഞാനൊരു പാപിയാണെന്ന്, ഞാൻ പാപികളുടെ ഇടയിൽ ജീവിക്കുന്നു. അത് കേട്ട് അവൻ പശ്ചാത്തപിക്കുന്നു. ഉടനെ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു സാറാഫിനെ അയച്ച് ബലിപീഠത്തിൽ നിന്നും ഒരു തീക്കനലെടുത്ത് ആ സാറാഫ് പറന്നു വന്ന് യെശയ്യാവിൻ്റെ ചുണ്ടിൽ തൊടുവിച്ച് അവൻ്റെ പാപം ക്ഷമിക്കുന്നു. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവ് പരിശുദ്ധത്തിലെ സാറാഫുകളെ, ഈ സാറാഫുകൾ 7 പേരാണ് കേട്ടോ. നമുക്കെന്നും കാണാം പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്ന 7 മക്കളുണ്ട്. ഇവരാണ് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണുന്ന കർത്താവിൻ്റെ ദൂതന്മാർ. അന്നേരം ഈ സാറാഫ് ഇവിടെ പറന്നു വന്ന പാപമോചനം എടുക്കുന്ന ഈ സാറാഫ് തന്നെയാണ് മിഖായേൽ എന്ന ക്രിസ്തു. ഇതെന്നെല്ലാം കൂടുതലായിട്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നതാണ്. പിതാവെന്ന് പറയുന്നത് സ്പിരിറ്റാണ്, അവൻ ഹോളിയാണ്. പിതാവാണ് ഹോളി സ്പിരിറ്റ്. പിതാവിനെ ആരും ഉണ്ടാക്കിയതല്ല, പിതാവ് സൃഷ്ടിച്ചതാണ്. പിന്നെ ഏഞ്ചൽസ്, ഹ്യൂമൻസ്, പിന്നെ തീ, വായു, വെള്ളം, മെഡിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, വൈഫൈ, എന്തും ഇതെല്ലാം പിതാവ് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഉപയോഗിച്ചാണ് പിതാവിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. അന്നേരം പിതാവ് ഉപയോഗിക്കുന്ന ഏഞ്ചൽസും പിതാവിൻ്റെ സ്പിരിറ്റ്സാണ്. അന്നേരം ഇവർ പിതാവിനെ അനുസരിക്കുകയാണെങ്കിൽ അവർ പിതാവിൻ്റെ ഹോളി സ്പിരിറ്റ്സാണ്. അന്നേരം പിതാവ് സ്പിരിറ്റാണ്, ഏഞ്ചൽസും സ്പിരിറ്റ്സാണ്. അന്നേരം സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷപ്പെടാനും കഴിവുള്ള വ്യക്തികളാണ് സ്പിരിറ്റ്സ്. അന്നേരം ഈ സത്യം, ഇതൊക്കെ പുതിയ പാട്ടിൻ്റെ ഒരു ഭാഗമാണ്. സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷപ്പെടാനും കഴിവുള്ളവർ. അതായത് പിതാവ് ഇസ്രായേൽ ജനങ്ങൾക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏഞ്ചൽസും പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പം പിതാവ് അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിതാവ് ഇനിയും പ്രത്യക്ഷത വരുത്തും. അന്നേരം പിതാവ് ഹോളി സ്പിരിറ്റാണ്. പിതാവ് ഉപയോഗിക്കുന്നതെന്തും പിതാവിൻ്റെ ഹോളി സ്പിരിറ്റ്സാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം പിതാവ് പക്ഷികളെ ഉപയോഗിക്കും. അതായത് യേശുവിൻ്റെ സ്നാന സമയത്ത് ഒരു പ്രാവിനെ ഉപയോഗിച്ചാണ്. അത് പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ്. അന്നേരം ആ പ്രാവിനെ നമ്മൾ ആരാധിക്കുകയില്ല. പിന്നെ തീയെ, പെന്തക്കോസ്ത് നാളിൽ തീ വന്നു, തീയെ നമ്മൾ ആരാധിക്കുകയില്ല. വായു, പിന്നെ വെള്ളം, പിന്നെ പക്ഷികളെ, മൃഗങ്ങളെ, ഇൻ്റർനെറ്റ്, മെഡിസിൻസ്, എന്ത് പിതാവ് ഉപയോഗിച്ചാലും അതെല്ലാം പിതാവിൻ്റെ ഹോളി സ്പിരിറ്റ്സാണ്. പിന്നെ നമുക്ക് കാണാം ആത്മഫലങ്ങൾ, സത്യം, നീതി, സ്നേഹം, സമാധാനം, ജ്ഞാനം,
സന്തോഷം, ഇതെല്ലാം പിതാവിൻ്റെ ആത്മഫലങ്ങൾ. ഇതുപയോഗിച്ചും പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യും. അന്നേരം പിതാവ് ഉപയോഗിക്കുന്നതെന്തും പിതാവിൻ്റെ ഹോളി സ്പിരിറ്റ്സ് ആണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം ഈ പിതാവിൻ്റെ ഈ വീട് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ബൈബിൾ കംപ്ലീറ്റ് ഇൻ്റർപ്രിറ്റ് ചെയ്യാവുള്ളൂ. ഇതാണ് നമ്മുടെ പിതാവിൻ്റെ വീട്. പിതാവിൻ്റെ വീടിൻ്റെ നമ്പർ എന്താണ്? ഐസയ 6:1 മുതൽ 9 വരെ. ഈ ദർശനം ഉപയോഗിച്ച് ബൈബിൾ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്താൽ എല്ലാവരെയും ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാക്കാൻ പറ്റും. കാരണം ഇന്നത്തെ സബ്ജക്റ്റ് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്താണെന്ന്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവ് തന്നെയാണ്. പിതാവ് ഉപയോഗിക്കുന്നതെന്തും പിതാവിൻ്റെ ഹോളി സ്പിരിറ്റാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുകയല്ലെന്നേ. കാരണം അത് പിതാവിനെതിരായിട്ടാണ് പറയുന്നത്. ഒരു മക്കളും അവരുടെ പിതാവിനെതിരായിട്ട് പറയുന്ന ദൂഷണങ്ങളൊന്നും ക്ഷമിക്കുകയല്ല. അതാണ് യേശു പറഞ്ഞത്. അന്നേരം പരിശുദ്ധാത്മാവെന്ന് യേശു ഇവിടെ ഉദ്ദേശിച്ചത് പിതാവിനെ തന്നെയാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുമെന്ന് ചോദിച്ചു. അന്നേരം ആ പരിശുദ്ധാത്മാവ് എന്തുവാ? അത് പിതാവ് നൽകുന്ന സ്നേഹമാകാം, വിസ്ഡമാകാം, വീടാകാം, നമുക്ക് പൈസയാകാം, വണ്ടിയാകാം, എന്ത് തന്നാലും അത് പിതാവ് നൽകുന്നതാണ്. അത് പിതാവ് നിങ്ങൾക്ക് നൽകുന്ന എന്തുമാത്രം തരുമെന്നാണ് ചോദിച്ചത്. അന്നേരം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പിതാവ് നൽകുന്ന പിതാവിൻ്റെ ദാനങ്ങളാണ്. അന്നേരം അതെല്ലാം ദൈവത്തിൻ്റെ ക്രിയേഷൻസാണ്. നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ ക്രിയേഷൻസിനെ നമ്മൾ ആരാധിക്കുകയില്ല. നമ്മൾ പിതാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അന്നേരം ഇതുപയോഗിച്ചാണ് നമ്മൾ ബൈബിൾ മുഴുവൻ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അല്ലാതെയുള്ള എല്ലാ ഇൻ്റർപ്രിട്ടേഷൻസും തെറ്റാണ്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നാശത്തിലേക്ക് പോകും. അന്നേരം നമ്മൾ ഈ ദർശനം ഉപയോഗിക്കുക. നമ്മുടെ പിതാവ് അതിപരിശുദ്ധത്തിലിരിക്കുന്നു, മക്കളെ വിശുദ്ധത്തിലിരിക്കുന്നു. പിന്നെ ബലിപീഠം, ഈ ബലിപീഠത്തിൽ നിന്നും കനൽ കൊണ്ടുവന്നാണ് പാപം ക്ഷമിച്ചത്. അന്നേരം ഇതുപയോഗിച്ച് ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും തെറ്റത്തില്ല. നമുക്ക് പിതാവിൻ്റെ കൂടാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അനുഗ്രഹവും കിട്ടും. പിതാവ് ഒരു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ടുള്ളൊരു കൂടാരം കൊണ്ടുവരുന്നുണ്ട്. യെശയ്യാവ് 4:5-6 നമുക്ക് കാണാം. അന്നേരം അതിൻ്റെ എല്ലാം സീക്രട്ടുകൾ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, വെളിപ്പാട് 12:1. Thank you for listening.